അപ്പോൾ അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവരും പറയണ മാതിരി ഞാനൊന്ന് പറഞ്ഞതാട്ടോ. അപ്പോൾ അതാ അന്ന് ഒരു പാർട്ടി ഉണ്ട് കേട്ടോ. ഇന്നൊരു ചെറിയൊരു പാർട്ടി ഉണ്ട്. നമ്മളെ സിസ്റ്ററെ മോൻ്റെ ബർത്ത്ഡേ പാർട്ടിയാണ്. സിസ്റ്റർ എന്ന് വെച്ചാൽ എൻ്റെ സ്വന്തം സിസ്റ്ററല്ല, ഹസ്ബൻഡിൻ്റെ സിസ്റ്റർ. അപ്പോൾ ബർത്ത്ഡേ ഒക്കെ എന്നോ കഴിഞ്ഞിരിക്കണം. അപ്പോൾ അതിൻ്റെ പാർട്ടി നമ്മൾ പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് രാത്രി പുറത്ത് പോവുക ഫുഡ് കഴിക്കുക, അത്രേ ഉള്ളൂ, വേറെ പരിപാടിയൊന്നുമില്ല. അപ്പോൾ അങ്ങനെ വിചാരിച്ചങ്ങാണ്ട് ഞങ്ങൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് റെഡിയായി നിൽക്കുക കേട്ടോ. അപ്പോൾ അത് മോനിട്ട് ഞാൻ പുറത്തിറങ്ങിക്കണ്. മോനക്ക് പിന്നെ പോകണമെന്ന് വിചാരിച്ചാൽ പിന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്താൽ പിന്നെ അപ്പം പോകണം. ഇതാണ് നമ്മളെ ബർത്ത്ഡേ പോയിട്ടാണ്. അപ്പോൾ അവൻ്റെ ബർത്ത്ഡേക്ക് എൻ്റെ സർപ്രൈസ് ഗിഫ്റ്റായിട്ട് ഞാൻ ലോഡഡ് ഫ്രൈസും ഫ്രൈഡ് ചിക്കനൊക്കെ അന്ന് വാങ്ങി കൊടുത്തിരുന്നു കേട്ടോ. അവനറിയാതെ നമ്മളെ സർപ്രൈസായി ചെയ്തതാണ്. അറിയാതെ നമുക്ക് എന്ത് സാധനം കിട്ടണം നമുക്കൊരു സന്തോഷമല്ല. അപ്പോൾ അത് എല്ലാവരും കൂടെ പോകാൻ വേണ്ടിയിട്ട് റോട്ടിലേക്ക് ഇറങ്ങി കേട്ടോ. ഞങ്ങൾക്ക് ഇവിടുന്ന് ഒരു 5 മിനിറ്റ് ഇല്ല, ഒരു 3-4 മിനിറ്റ് നടക്കാനുള്ള ദൂരമുള്ളൂ ബൈപ്പാസ്ക്ക്. ഇപ്പോൾ ബൈപ്പാസിൽ എല്ലാ ഫുഡും കിട്ടുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ അതവിടെ മൺമസ്ക ഒക്കെ പുതിയതായിട്ട് പലതും തുടങ്ങിയിരിക്കണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും കൂടെ. അപ്പോൾ ഇറ്റാണ്. അപ്പോൾ നമ്മൾ അവിടെ തന്നെ ഒരു കുളവും ഒരു ടെറഫ് ഒക്കെ കൂടി ചേർന്ന സ്ഥലം കേട്ടോ. അപ്പോൾ ടെറഫാണിത്. അപ്പോൾ ഇവിടെ എൻ്റെ മോന് ഫുട്ബോളിൻ്റെ ക്യാമ്പിന് വരൽ ഇവിടെ കേട്ടോ. അവനക്ക് ട്രെയിനിങ് ഉണ്ട്. അപ്പോൾ എന്നും ഇവിടെ ക്ലാസ് ഉണ്ടാവും, അതിന് വരലുണ്ട്. അപ്പോൾ നമ്മൾ കഫേയിലെത്തിക്കണ്. കഫേ നല്ല ആംബിയൻസൊക്കെ ഉള്ള കഫേയാണ് കേട്ടോ. നല്ല ഭംഗിയാണ് ഇവിടുന്ന് അങ്ങോട്ട് കാണാൻ വേണ്ടിയിട്ട്. നമ്മൾക്കിതാ ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ നമുക്ക് ടെറഫിലെ കളിയൊക്കെ കാണാം, നല്ല ഫുഡൊക്കെ കഴിക്കാം. പിന്നെ ഇപ്പോൾ മക്കൾക്ക് നമ്മളെ പോലെ മന്തി ബിരിയാണി ഇതിനോടൊന്നുമല്ല താല്പര്യം. ഇങ്ങനത്തെ കഫേയിലൊക്കെ പോയിട്ട് ഇങ്ങനത്തെ ഫുഡൊക്കെയാണ് ഏത് മക്കൾക്കും ഇപ്പോൾ അതാണല്ലോ ഇഷ്ടം. അപ്പോൾ ഞങ്ങളെ മക്കൾക്ക് പ്രത്യേകിച്ചും ഫാസ്റ്റ് ഫുഡിനോടാണ് ഭയങ്കര കാര്യം. ഞങ്ങളങ്ങനെ വാങ്ങിക്കൊടുക്കലില്ല. കഴിവത് നമ്മൾ വീട്ടിലുണ്ടാക്കി കൊടുക്കുക നല്ലത്. അപ്പോൾ എല്ലാവരും കൂടെ ഇവരെ കട പൊളിച്ച് പന്തലിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ ഓർഡർ ചെയ്യാം കേട്ടോ. ഓരോരുത്തർക്കും ഓരോന്നാണ് ഓർഡർ ചെയ്യണത്. അപ്പോൾ അവരൊക്കെ വന്നിട്ട് ഇവർ മക്കളായിട്ട് ഓർഡർ ചെയ്യണില്ല, നമ്മളാണ് ഓർഡർ ചെയ്യണത്. അപ്പോൾ അവർ സൈലൻ്റായിരിക്കുകയാണ്. ഒക്കെ ഞങ്ങൾ ആദ്യം തന്നെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ആയിട്ടാണ് പോയിക്കണത്. അപ്പോൾ അവരിങ്ങനെ പറഞ്ഞു തരികയാണ് എന്തൊക്കെയുള്ളത്, അവരെ സ്പെഷ്യൽ എന്തൊക്കെയാണെന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ എൻ്റെ ചെറിയ ആളെ നോക്കാനാണ് പണി. അവന് ഓരോന്ന് ചെയ്യണം അവിടെ. അതങ്ങണ്ട് എടുത്ത് വെച്ചിട്ടും ഇത് കണ്ടെടുത്ത് വെച്ചിട്ടും അവന് തീരെ കൈയും കാലും അടങ്ങിക്കൂല. അപ്പോൾ നാത്തൂൻ്റെ മോള് അവനെ ഫോട്ടോ എടുക്കുക കേട്ടോ. അപ്പോൾ അതിന് കുറച്ച് നേരമൊക്കെ ഒന്ന് ഇരുന്നൊക്കെ കൊടുക്കുക. ടർഫിൽ കളി തുടങ്ങിയിരിക്കണം കേട്ടോ. കുറച്ച് വലിയ ആൾക്കാരാണ് അവിടെ. ഇപ്പോൾ രാത്രി ആയപ്പോൾ കളിക്കാൻ വന്നിക്കണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ആൾക്കാരൊക്കെ വന്ന് നല്ല മാച്ചൊക്കെ ഉണ്ടാവും. അപ്പോൾ അതാണ് നമ്മുടെ ലേസ് ഷവർമ എന്ന സാധനം കേട്ടോ. ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് ഞാൻ വാങ്ങാത്തതിലേക്ക് സങ്കടമുണ്ട്. പിന്നെ ഇത് നമ്മളെ സാധാ ലോഡഡ് ഫ്രൈസ് തന്നെ, ചീസൊക്കെ ചേർത്ത് ലോഡഡ് ഫ്രൈസ്. പിന്നെ ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഫ്രൈഡ് ചിക്കനും പിന്നെ അൽഫാമുമാണ്. അപ്പോൾ എൻ്റെ ഒരു നാത്തൂന് അൽഫാമിനോടാണ് ഇഷ്ടം. അപ്പോൾ അവർ മാത്രം ഇത് വാങ്ങിയിട്ടുള്ളൂ കേട്ടോ അൽഫാം. ഞങ്ങളൊക്കെ ഫ്രൈഡ് ചിക്കനാണ്, ഒരൊറ്റ പീസേ വാങ്ങിയിട്ടുള്ളൂ അൽഫാം. കുട്ടികൾക്കും എല്ലാവർക്കും പിന്നെ ഫ്രൈഡ് ചിക്കൻ മതി എന്ന് പറഞ്ഞപ്പോൾ അതായി. പിന്നെ ജ്യൂസ്, മൊയ്റ്റോ, അങ്ങനെ പലതും ഓർഡർ ചെയ്തിട്ട്. അപ്പം എൻ്റെ മോനെ ഫോർക്കൊക്കെ വെച്ച് കുത്തി തിന്നാണ്. പിന്നെ അതവർ രണ്ടാളും ഭയങ്കര കമ്പനിയാട്ടോ എപ്പോഴും. തിൻ്റെ മോനും സിസ്റ്ററെ ചെറിയ മോളും കേട്ടോ. അവർ രണ്ടാളും കൂടെയാണ് ഭയങ്കര കമ്പനി. അപ്പോൾ ഇവർ ഫുഡിൻ്റെ അഭിപ്രായമൊക്കെ പറയാം, ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വലിയ ആൾക്കാരെ കളിയൊക്കെ തുടങ്ങിയിരിക്കണം. ഇവിടെ ഇരുന്ന് ഈ ഫുട്ബോളിനോട് ഇഷ്ടമുള്ളവർക്കൊക്കെ ഇവിടെ ഇരുന്നിട്ട് ഇത് കാണണമൊക്കെ ഒരു സന്തോഷമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളെ റിലേറ്റീവിൻ്റെ ഒരു വീട്ടിൽ പോയി. അപ്പോൾ അവിടെ മക്കൾ രണ്ടാളും കൂടെ കളിക്കുകയാണ്. അവിടെ ടോയ്സൊക്കെ എടുത്ത് കളിക്കുക കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് ഒരു 8:30-9 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ തിരിച്ച് പോകുന്നു. അപ്പോൾ ഇതിന് ടർഫിലൊക്കെ ആളൊക്കെ കൂടി കളിയൊക്കെ കുറേ ആൾക്കാരൊക്കെ കളിക്കാനൊക്കെ തുടങ്ങി. അപ്പോൾ ഞങ്ങളിത് വീട്ടിലെത്തി. അവിടുന്ന് 2 മിനിറ്റ് നടക്കാനുള്ളൂ. വീട്ടിലെത്തി. എൻ്റെ 2 നാത്തൂമാരും മക്കളൊക്കെ അങ്ങോട്ട് തറവാട്ടിലേക്ക് പോയിട്ടാണ്. ഇപ്പോൾ രാത്രിയായില്ല, ഇനിയിപ്പോൾ ഇങ്ങോട്ട് കയറുന്നില്ല എന്ന് പറഞ്ഞിട്ട്